പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 5 വാക്യം. യേശു ശിഷ്യന്മാരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നവർ ഉത്തരം പറയുന്നു. എങ്കിൽ വലത്തുഭാഗത്ത് വല വീശുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് യേശു ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ വളരെ സ്നേഹിക്കുകയും യേശു വളരെ സ്നേഹിക്കുകയും ചെയ്തതായ ഒരു ശിഷ്യനാണ്. എന്നാൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശു പറഞ്ഞതും പഠിപ്പിച്ചതുമായ പല കാര്യങ്ങളെയും മറന്നു കളഞ്ഞിട്ട് താൻ പെട്ടെന്ന് തൻ്റെ പഴയ കുലത്തൊഴിലിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന സഹശിഷ്യന്മാരോട് പത്രോസ് പറയുന്നു, ഞാൻ മത്സ്യത്തെ പിടിക്കാൻ പോകുകയാണ്. അങ്ങനെ പത്രോസും കൂടെ നിന്നതായ ചില ശിഷ്യന്മാരും കടലിലേക്ക് മടങ്ങിച്ചെന്ന് അവർ അധ്വാനിക്കുന്നു. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചവർക്കൊന്നും ലഭിച്ചില്ല. രാവിലെ ആയപ്പോൾ യേശു കരയിൽ നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ധ്യാന വിഷയമായി നമ്മൾ എടുത്തത്. സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, യേശുവിനെ വിട്ട്, അതെ, അനേക വാഗ്ദത്തങ്ങളെ പത്രോസിന് ലഭിച്ചിട്ടും പെട്ടെന്ന് പത്രോസ് എടുത്തൊരു തീരുമാനം, യേശുവിനെ മുഖാമുഖമായി ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ താൻ മടങ്ങി ഒരു പഴയ പണിയിലേക്ക് തന്നെ മടങ്ങി വന്നൊരവസ്ഥ. എന്നാൽ യേശുവോ ദൂരത്തു നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്നവനാകയാൽ പത്രോസ് പോയ വഴികളെല്ലാം യേശു മുന്നമേ കണ്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ രാവിലെ സമയം തന്നെ കടലിൻ്റെ കരയിൽ വന്ന് നിന്നുകൊണ്ട് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചെയ്തതായ പ്രവൃത്തി എന്താണെന്ന് യേശു നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ തന്നെ അവരെ കൂട്ടിച്ചേർക്കുവാൻ, അവരെ മാറോടണയ്ക്കുവാൻ, അവരെ തിരിച്ചു പിടിക്കുവാൻ യേശു കാണിച്ച മഹാസ്നേഹം. അങ്ങനെ അവരുടെ ആഗ്രഹം നിറയുമാറ്, വല നിറയുമാറ് മത്സ്യത്തെ കൊടുത്തു. മത്സ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പത്രോസിനോട് പറയുന്നു, അത് യേശുവാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ പത്രോസിന് പിന്നെ നിൽക്കുവാൻ കഴിയാതെ കടലിലേക്ക് അവൻ എടുത്തു ചാടി എന്നാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു അടുത്തു നിന്നുകൊണ്ട് അനേകമായ വാഗ്ദത്തങ്ങളെ കഴിഞ്ഞ നാളുകളിൽ തന്നു. നമ്മെ ഐശ്വര്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം പലപ്പോഴും യേശുവിനെ വിട്ട് പിന്മാറി പഴയതിലേക്ക് പോകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നാം ചെയ്യുന്നതും പിന്മാറിപ്പോകുന്നതും പഴയതിലേക്ക് തിരിയുന്നതുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്. ദൈവം കാണുന്നില്ല എന്ന് നാം വിചാരിക്കരുത്. ദൈവം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മെ നിന്ദിച്ച് നമ്മെ പോയ വഴിയെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയും ചേർത്തിണയ്ക്കേണ്ടതിന്, മാറോടണയ്ക്കേണ്ടതിന്, നമ്മെ ചേർത്ത് പിടിക്കേണ്ടതിന്, അടുത്തു വന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, നമുക്ക് ആവശ്യമായിരിക്കുന്ന നൽകിത്തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പിന്മാറുകയല്ല. തീക്കനലുണ്ടാക്കി കടലിൽ നിന്ന് തണുത്തു വിറച്ച് ഗലീലക്കടലിൽ നിന്ന് കയറി വരുന്നതായ സഹോദരന്മാർക്ക് തീ കായുവാൻ തീക്കനലും, ആ തീക്കനലിന്മേൽ ചുട്ടതായ മത്സ്യവും കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. അവരെ ആദരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര നല്ല പിതാവാണ്. ഒരിക്കലും താൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നിന്ന്, തൻ്റെ സ്നേഹത്തിൽ നിന്ന് താൻ പിന്മാറുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹമോ അതിൻ്റെ ആഴം എത്ര അവർണ്ണനീയം. ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മഹാത്മ്യം നാം രുചിച്ചറിഞ്ഞവരാണോ? അങ്ങനെയെങ്കിൽ യേശുവിനായി ജീവിക്കണം. പിന്മാറ്റത്തിലേക്ക്, പഴയ അവസ്ഥകളിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും യേശു പിന്നെയും പത്രോസിനോട് ചോദിക്കുക, പത്രോസേ, നീ ഇവരിലധികമായി നിൽക്കുന്ന ശിഷ്യന്മാർ, ഒരു വലിയ മീൻകൂട്ടം, ഇവയൊക്കെ കാണിച്ചിട്ട് ഇവരിലധികമായ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അല്ല, ഈ ശിഷ്യന്മാരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ഉവ്വേ എന്ന് പറയുന്നു. 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കുന്നു. അങ്ങനെ പത്രോസിന് പിന്നെയും വലിയ ദൗത്യങ്ങളെ ഏൽപ്പിക്കുക. ആഴമേറിയ സ്നേഹം ദൈവത്തോട് കാണിക്കുമ്പോൾ ദൈവം വലിയ ദൗത്യങ്ങളെ നമ്മെ കൊണ്ടുള്ള ഉപയോഗം വർദ്ധിപ്പിക്കുക. ഇന്ന് രാവിലെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ, അതെ, മത്സ്യത്തെ പിടിക്കുന്നതായ ആ ജോലിയിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന ഒരു വലിയ സുവിശേഷ വേലയുടെ വക്താവാക്കി മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതുപോലെ ഈ ദിവസങ്ങളിൽ തിരിഞ്ഞുപോയിട്ടുണ്ടോ, പിന്മാറിപ്പോയിട്ടുണ്ടോ എന്ന് ശോധന ചെയ്ത് മടങ്ങി വരാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആമേൻ.